ഏട്ടനുണ്ടാക്കിയ വട്ടയപ്പം എങ്ങനെയുണ്ടെന്ന് നോക്ക്. അടിപൊളി. ഓ, കൊതിയാകുന്നു കഴിക്കണ്ടാ. ആഹാ, മോൻ വന്നോ? അമ്മേ വിശക്കുന്നമ്മേ, ഭയങ്കര വിശപ്പ്. എന്റെ ചക്കരക്കുട്ടന് വിശക്കുന്നോ? രാവിലത്തെ ഏത്തയ്ക്ക പുഴുങ്ങിയതിരിപ്പുണ്ട്, അമ്മ അതെടുത്ത് തരാം. ബാ. എന്തുവാ അമ്മേ ഏത്തയ്ക്ക പുഴുങ്ങിയതോ? രാവിലെ വൈകിട്ട് എല്ലാം ഏത്തയ്ക്ക പുഴുങ്ങിയത്, എനിക്കൊന്നും വേണ്ട. എന്തുവാ മോനെ ഇങ്ങനെ തുടങ്ങുന്നത്? എന്തുവാ മോനെ? അത് രാവിലെ വൈകിട്ട് എല്ലാം ഏത്തയ്ക്ക പുഴുങ്ങിയത്, എനിക്കൊന്നും വേണ്ട. ഈ അമ്മയ്ക്ക് എന്തുവാ? ചേട്ടാ, ഇവിടെ ഉള്ളതല്ലേ വെച്ച് കൊടുക്കാനൊക്കത്തുള്ളൂ. രാവിലെ വൈകിട്ടും എല്ലാം കിച്ചണിൽ കയറിയിട്ട് എനിക്ക് വയ്യായേ. എടി അവിടെ നിന്നേ, ഈ ഏത്തയ്ക്ക പുഴുങ്ങിയത് ഇനി എടുത്ത് എന്ത് കൊടുക്കും? ആരും തിന്നില്ലെങ്കിൽ ഞാൻ എടുത്തു കളയാം, അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? എടി ഗോതമ്പ് പൊടി ഇരിപ്പുണ്ടോടി? ഉണ്ടല്ലോ. ഇച്ചിരി ഗോതമ്പ് പൊടിയും ആ ഏത്തയ്ക്ക പുഴുങ്ങിയതും കൂടെ അങ്ങോട്ട് എടുത്തു പോയേ, നമുക്ക് ചെറിയൊരു പലഹാരം ഉണ്ടാക്കാം. മോനെ, നീ പോയി കുളിച്ചിട്ടോ കേട്ടോ. മോനെ, അച്ഛൻ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി മോന് തരും. മോൻ പോയി ഡ്രസ്സ് മാറി കുളിച്ചിട്ട് വാ. അപ്പൊ നമുക്ക് ആദ്യമേ തേങ്ങ ഇച്ചിരി കൊണ്ട് തിരുമ്മി വെക്കാം. തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാ. കുറച്ച് തേങ്ങ നമുക്ക് തിരുമ്മി മാറ്റി വെച്ചിട്ട് അടുത്ത പരിപാടി തുടങ്ങാം. അപ്പൊ നമുക്ക് കുറച്ച് ഉണ്ടശർക്കര പൊടിച്ചെടുക്കാം. നമ്മൾ ഈ ഉണ്ടശർക്കര പൊടിച്ചെടുക്കുന്നത് പിച്ചാത്തി കൊണ്ട് ചീകി എടുത്ത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ പൊടിച്ചെടുത്താൽ എളുപ്പമുണ്ട്. ആട്ട നമ്മൾ കുറച്ചെടുത്ത് സപ്ലൈകോയിലെ ആട്ടയാണ്. ഇല്ലേ, സപ്ലൈകോയിലെ അല്ലയോടി? സപ്ലൈകോയിലെ ഇപ്രാവശ്യം അതാണ് കേട്ടോ. പക്ഷെ നല്ലതാണ്, തവിടൊക്കെ ഉണ്ട്. കുറച്ച് മതി. ഏത്തപ്പഴം നമുക്ക് ഇതിനകത്തോട് ചേർക്കാം. 2 ഏത്തപ്പഴം ഉണ്ട്. രാവിലെ ഉണ്ടാക്കിയ ഏത്തപ്പഴം അധികം വന്നതാണ്, 2 ഉണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്തൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ വിഭവം, അടിപൊളി സംഭവമാണ്. ഏത്തപ്പഴവും ഗോതമ്പ് പൊടിയും കൂടെ നമ്മൾ അങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് മധുരം കൂടെ ചേർത്ത് കുഴയ്ക്കാം. ശർക്കര ചേർക്കുകയാണേ. അപ്പോൾ അധികം വന്ന ഏത്തപ്പഴം ഒന്നും ആരും എടുത്ത് കളയണ്ട അല്ലേ? പുഴുങ്ങിയ ഏത്തപ്പഴമാണേ. അല്പം ചുക്ക് കൂടി നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണേ. ശകലം മതി. ജീരകം പൊടിച്ചത്, ഏലയ്ക്ക. നമുക്ക് ഇതിന്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. തിരുമ്മി വെച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് കുഴയ്ക്കാം. ഒരുപാട് വെള്ളം ആകരുത് അല്ലേ? നല്ല ലൂസിൽ കുഴയ്ക്കണം. നല്ല മയത്തിൽ കുഴച്ചെങ്കിൽ മാത്രമേ നമുക്കിത് കഴിക്കുമ്പോഴും ആ ഒരു മയം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ നമ്മുടെ മാവ് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരല്പസമയം നമുക്ക് ഈ മാവ് ഇങ്ങനെ വെക്കാം. ഈ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് പറങ്ങേണ്ടി കിസ്മസും കൂടെ, മുന്തിരിയും ഉണക്കമുന്തിരിയും കൂടെ നമുക്കൊന്ന് നെയ്യിൽ വറുത്തെടുക്കണം. ഇപ്പൊ നെയ്യിൽ നമുക്ക് കിസ്മസും അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ കിസ്മസും അണ്ടിപ്പരിപ്പും എല്ലാം അടിപൊളിയായിട്ടായിട്ടുണ്ട്. ഇങ്ങനെ അടുപ്പത്തോട്ട് വെച്ചു. അപ്പൊ നമ്മൾ ഈ മുന്തിരിങ്ങയും കിസ്മസും ഒക്കെ നമ്മൾ വറുത്തെടുത്ത നെയ്യ് ബാക്കിയുണ്ട്. നമുക്ക് ഇതിന്റെ അടിയിൽ വെച്ച് അല്പം പുരട്ടി കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ തട്ടത്തിനകത്താണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഈ നെയ്യ് ഇതിനകത്ത് തൂത്ത് കൊടുത്തത്. ഈ തട്ടത്തിലോ എങ്ങനെ വേണേലും നമുക്ക് ഉണ്ടാക്കാം, ഇലക്കകത്തൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഇത് കിസ്മസും അണ്ടിപ്പരിപ്പും കൂടെ നമ്മൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ നിരത്തുക. കുഴച്ചു വെച്ചിരിക്കുന്ന മാവ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ആക്കുകയാണ്. ഇങ്ങനെ പരത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ ഇലയപ്പമായിട്ട് ഉണ്ടാക്കാം, വയണ ഇലയിലോ ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. മിക്കവാറും വയണ ഇലയിലും ഒക്കെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ ഇത് നമുക്ക് വേറൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്കിത് ഇറക്കി ഇങ്ങനെ അങ്ങോട്ട് വെക്കാം. അപ്പൊ അടച്ച് നമ്മൾ ആവി കൊടുക്കും. ഇനി ആവി കൊണ്ട് അത് വെന്ത് റെഡി ആയിക്കോളും. അങ്ങനെ നമ്മുടെ ചേട്ടൻ ഉണ്ടാക്കിയ വട്ടയപ്പം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ? വെന്തോ നല്ലതായോ നോക്കാം. ഇത് നമുക്ക് വട്ടയിലയിലും വയണയിലയിലും വാഴയിലയിലും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. നല്ല ചൂടുണ്ട് ചേട്ടായേ. കൈക്കല പിടിക്കടി. അയ്യോ, നല്ല ചൂട്. വാവ്, കണ്ടിട്ട് പോലും നല്ല രസമുണ്ട്. ഒന്ന് കുത്തി നോക്കാം നമുക്ക്. വെന്തിട്ടുണ്ട്. വെന്ത് അല്ലെങ്കിൽ പിന്നെ ഇതിലൊട്ടത്തില്ലായിരുന്നോ? വെന്ത്. നമ്മുടെ വട്ടയപ്പം ഒന്ന് എടുക്കുവാണ്. ചൂടുണ്ട്. അയ്യോ എൻ്റെ അമ്മേ, ചൂട്. അങ്ങനെ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ആവി ഇങ്ങനെ പറക്കുകയാണ്. ഇനി ഇതിന്റെ ചൂടൊക്കെ മാറിയിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളി. ഞങ്ങളുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഏട്ടനുണ്ടാക്കിയ വട്ടയപ്പം എങ്ങനെയുണ്ടെന്ന് നോക്ക്. അടിപൊളി. ഓ, കൊതിയാകുന്നു കഴിക്കാൻ. കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ഇങ്ങനെ മണ്ടയിലുണ്ട്. ഇനി ഞങ്ങൾ കട്ട് ചെയ്തിട്ട് കഴിക്കും.
നെയ്യ് തേച്ചത് കൊണ്ട് ഈ സാധനം പെട്ടെന്ന് തന്നെ ഇളകി വന്ന് അടിപൊളി. അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് വിവരം പറയാവേ. ഇതൊന്ന് മുറിക്കാം, മുറിച്ചിട്ട് കഴിച്ചു നോക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്റെ ബർത്ത്ഡേ ഒന്നും അല്ല, ഇവിടെ സത്യം കേക്ക് മുറിക്കുന്ന പോലെ നമുക്ക് മുറിച്ചിട്ട് കഴിക്കാനൊക്കും. അപ്പൊ നീ ബർത്ത്ഡേക്ക് ഇത് തന്നെ ആയല്ലോ ഏട്ടാ, അല്ലയോ? ഇതാ അടിപൊളി, നമുക്കെടുക്കാം. ഇതിന്റെ എന്റെ ചേട്ടനുണ്ടാക്കിയ അപ്പം എങ്ങനെയുണ്ട് കഴിച്ചു നോക്കാം. ഒന്ന് കടിച്ചു നീക്കി, ചൂടല്ലേ? ചെറുതായിട്ട് ചൂട് കഴിപ്പിച്ച് കൊള്ളം കേട്ടോ, അടിപൊളിയാ, സൂപ്പറാ. നല്ല സോഫ്റ്റ് ഇല്ലേ? നല്ല സോഫ്റ്റ് അല്ലേ? എന്റെ കെട്ടിയവൻ ഉണ്ടാക്കിയോണ്ട് പറയുമല്ല, സൂപ്പറാണ്. അല്ലല്ല, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ അടിപൊളിയായിട്ടുണ്ട്. മോനെ വാ കഴിക്കാൻ. അമ്മ അപ്പോഴത്തേന് കഴിച്ചടാ, ഓടി വാടാ. മോനെ കുളിച്ചു വന്നല്ലോ, ദാ എന്നാ കഴിച്ചേ, കഴിച്ചിട്ട് പറഞ്ഞേ എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? സൂപ്പറാ. ഏതൊന്ന് കഴിച്ചു നോക്കേ. ചൂട എങ്ങനെയുണ്ട് ചേട്ടാ? അടിപൊളിയാ അല്ലയോ? ഞാൻ ഉണ്ടാക്കിയുണ്ട്. അടിപൊളി. അതൊന്നും അല്ല, സൂപ്പർ സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ കഴിച്ചോ? നല്ല സോഫ്റ്റ്, അതായത് നമ്മള് എണ്ണയിൽ ഉണ്ടാക്കിയ അപ്പത്തിനെക്കാട്ടിലും ഒക്കെ കുറേ കൂടെ സോഫ്റ്റ് ഉണ്ട്, ഭയങ്കര സോഫ്റ്റ് ആണ്.